Hi, hello, welcome back to my channel. So today we are going to deal with the chapter excretory product and their elimination. So ഈ excretory product and their elimination എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെൽസിലൊക്കെ ഒരു റിയാക്ഷൻ നടക്കും അല്ലേ. എന്താ റിയാക്ഷൻ? ഇപ്പോൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഓക്സിജൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ എന്ത് ഫോം ചെയ്യും? വേസ്റ്റ് സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഈ വേസ്റ്റ് സബ്സ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം? ബോഡിയുടെ പുറത്തേക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഈ വേസ്റ്റ് സബ്സ്റ്റൻസ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇത് ഇൻട്രൊഡക്ടറി പാർട്ടാണ് ചാപ്റ്ററിൻ്റെ. സോ നമുക്കിത് നോക്കാം. നമ്മുടെ ആനിമൽസ് അതായത് നമ്മുടെയൊക്കെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്ന് അറിയോ? അമോണിയ എന്ന് പറയുമ്പോൾ NH3, പിന്നെ യൂറിയ ഉണ്ട്, പിന്നെ യൂറിക് ആസിഡ് ഉണ്ട്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പിന്നെ വാട്ടർ ഉണ്ട്, പിന്നെ അയോൺസ് ആയിട്ടുള്ള Na+, K+, Cl-, ഫോസ്ഫേറ്റ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, പിന്നെ അയോൺസ് ആയിട്ടുള്ള Na+, K+, Cl-, ഫോസ്ഫേറ്റ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? നമ്മളിവിടെ പഠിച്ചു. മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടന്നിട്ട്, അതായത് ഇപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ പോലെയുള്ള ആക്ടിവിറ്റീസ് നടന്നിട്ട്. ഇപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗ്ലൂക്കോസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എന്തിൻ്റെ പ്രസൻസിൽ? ഓക്സിജൻ്റെ പ്രസൻസിൽ. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വേസ്റ്റ് സബ്സ്റ്റൻസ് ആയിട്ട് ഫോം ചെയ്യുക. അവിടെയുള്ള വേസ്റ്റ് സബ്സ്റ്റൻസ് ആണ് ഈ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് ഒക്കെ കേട്ടോ. അപ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, മെറ്റബോളിക് റിയാക്ഷൻസ് നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെറ്റബോളിക് റിയാക്ഷൻസ് നടന്നിട്ടാണ്, അതല്ലെങ്കിൽ എക്സസ് ഇഞ്ചക്ഷൻ, നമ്മൾ എക്സസ് ആയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ സബ്സ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടലി അല്ലെങ്കിൽ പാർഷ്യലി കുറച്ചെങ്കിലും റിമൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ടുള്ള നൈട്രജൻ വേസ്റ്റ് ഏതൊക്കെയാണെന്ന് അറിയോ? നൈട്രജനസ് വേസ്റ്റ്, മേജർ നൈട്രജനസ് വേസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അമോണിയ 3 എണ്ണമാണ്. അമോണിയ, യൂറിയ ആൻഡ് യൂറിക് ആസിഡ്. ഫസ്റ്റ് വൺ ഈസ് അമോണിയ ആൻഡ് സെക്കൻഡ് വൺ ഈസ് യൂറിയ ആൻഡ് തേർഡ് വൺ ഈസ് ദ യൂറിക് ആസിഡ്. അത് നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അമോണിയ, യൂറിയ ആൻഡ് യൂറിക് ആസിഡ് ആർ ദ മേജർ ഫോംസ് ഓഫ് നൈട്രജനസ് വേസ്റ്റ്. ഇനി നമ്മൾ വേറൊരു കാര്യം നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഠിച്ചു അമോണിയ ഏതൊക്കെയാണ്? 3 എണ്ണം. അമോണിയ, യൂറിയ ആൻഡ് യൂറിക് ആസിഡ് എന്നുള്ളതാണ്. ഓക്കെ, യൂറിക് ആസിഡ് എന്നുള്ളതാണ്. ഇനി ഇതിൽ തന്നെ അമോണിയ എന്നുള്ളതാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ളത്. മോസ്റ്റ് ടോക്സിക് ഫോം എന്ന് പറയുന്നത് അമോണിയാണ്. ഈ കൂടുതൽ ടോക്സിക് അമോണിയ ആയതുകൊണ്ട് തന്നെ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ. സോ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം ഈ അമോണിയനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. അമോണിയ ഈസ് മോസ്റ്റ് ടോക്സിക്. ഓക്കെ, പക്ഷേ ഇതിൽ നമ്മൾ മൂന്നാമത് പറഞ്ഞില്ലേ, നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? അമോണിയ പറഞ്ഞു, യൂറിയ പറഞ്ഞു, യൂറിക് ആസിഡ് പറഞ്ഞു. മൂന്നാമതാണ് നമ്മൾ യൂറിക് ആസിഡ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും ടോക്സിക് അമോണിയ ആൻഡ് ഏറ്റവും കുറവ് ടോക്സിക്, അതായത് ലീസ്റ്റ് ടോക്സിക് ആയിട്ടുള്ളത് യൂറിക് ആസിഡ് ആണ്. ഓക്കെ, യൂറിയ എന്ന് പറയുന്നത് മോഡറേറ്റ് ടോക്സിക് ആണ്. അമോണിയ ഏറ്റവും കൂടുതൽ ടോക്സിക്, യൂറിക് ആസിഡ് ഏറ്റവും കുറവ് ടോക്സിക്. അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ലീസ്റ്റ് ടോക്സിക് ആണ്. അത് നമുക്ക് മിനിമം ലോസ് ഓഫ് വാട്ടർ, കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്കറിയാം ഇപ്പോൾ 3 നൈട്രജനസ് വേസ്റ്റ്, അമോണിയ, യൂറിയ ആൻഡ് യൂറിക് ആസിഡ്. അപ്പോൾ ഇതിനെ നമ്മളിവിടെ നോക്കേണ്ടത് അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമോണോടെലിസം. ഓക്കെ, അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമോണോടെലിസം. ഓക്കെ, അമോണോടെലിസം എന്നാണ് വിളിക്കുന്നത്. ഇനി അമോണിയ ആരൊക്കെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? അങ്ങനെയുള്ള ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് അമോണോടെലിക് ആനിമൽസ് എന്ന്. അമോണോടെലിക് ആനിമൽസ് എന്നാണ്. ഏതൊക്കെ ആനിമൽസ് ആണോ അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അവരെ അമോണോടെലിക് എന്ന് പറയുന്നു, ആനിമൽസ് എന്ന് പറയുന്നു. ഇനി അവർ ആ ഒരു പ്രോസസ്സ്, അവർ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ അമോണോടെലിസം എന്ന് പറയുന്നു. ഇനി ആരൊക്കെയാണ് ഈ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? ബോണി ഫിഷ് ഉണ്ട്, അക്വാറ്റിക് ആംഫീബിയൻ ഉണ്ട്, അക്വാറ്റിക് ഇൻസെക്റ്റ് ഉണ്ട്. ഓക്കെ, ബോണി ഫിഷ്, അക്വാറ്റിക് ആംഫീബിയൻ ആൻഡ് അക്വാറ്റിക് ഇൻസെക്റ്റ്. സോ നമ്മൾ അമോണോടെലിക് ആനിമൽസിന് നമ്മളൊരു ട്രിക്ക് പഠിക്കുകയാണ്. അമോണോടെലിക് ആനിമൽസിന് കേട്ടോ ഒരു ട്രിക്ക്. BF-AAI, that is we can call it as Buffy. We can call it as Buffy. Okay, Buffy is the trick. BF is the bony fish and AA, this stands for aquatic amphibian. And this for aquatic insect. So Buffy is the trick. Okay, amonotelic animals, Buffy is the trick. Okay,
And then comes, so ammoniotelic means those who excrete ammonia, they are known as ammoniotelic animals, and the process is known as ammoniotelism, and the trick is BAFI, that is bony fish, aquatic amphibian and aquatic insect. BF triple AI, that means bony fish, aquatic amphibian and aquatic insect. Okay, ആൻഡ് ദെൻ അമോണിയ എന്ന് പറയുന്നത് റെഡിലി സൊല്യൂബിൾ ആണ്, ഈസിലി സൊല്യൂബിൾ. പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ വാട്ടറിലായാലും ബാക്കിയുള്ള സബ്സ്റ്റൻസിലായാലും ഒക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് സൊല്യൂബിൾ ആവും. അപ്പോൾ ഇപ്പം നമ്മുടെ ബോഡി, ഇപ്പം നമ്മുടെ ബോഡിയല്ല, നമ്മുടെ വാട്ടറിൽ ഇപ്പം നമുക്കെല്ലാം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മോസ്റ്റ് ടോക്സിക് ഫോമാണ് അമോണിയ. അതുകൊണ്ട് കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ വേണം. അത് കാരണമാണ് നമ്മളിവിടെ പറഞ്ഞു അക്വാറ്റിക് ആംഫീബിയൻ, അക്വാറ്റിക് ഇൻസെക്റ്റ്, ബോണി ഫിഷ്. ഇത് മൂന്നെണ്ണം വാട്ടറിലുള്ള ആനിമൽസാണ്, അതായത് വാട്ടറിൽ ഉള്ള ആനിമൽസാണ്, അതായത് മറൈൻ ആൻഡ് അക്വാറ്റിക് ആനിമൽസ് ആണ് അല്ലേ. ഫുള്ള് അക്വാറ്റിക് ആയിട്ടുള്ള മറൈൻ ഒക്കെ ആയിട്ടുള്ള ആനിമൽസാണ് ഇത് വരുന്നത്. അപ്പോൾ ബോണി ഫിഷ് ആയാലും അക്വാറ്റിക് ആംഫീബിയൻ ആയാലും അക്വാറ്റിക് ഇൻസെക്റ്റ് ആയാലും മൂന്നും ജീവിക്കുന്നത് വെള്ളത്തിലാണ്. സോ കാരണം എന്താണ്, അത് മോസ്റ്റ് ടോക്സിക് ഫോമാണ്, ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. അപ്പോൾ ഈ ഫിഷസ് ആയിക്കോട്ടെ, ഈ അക്വാറ്റിക് ആംഫീബിയൻ, അക്വാറ്റിക് ഇൻസെക്റ്റ് ഒക്കെ അവർ എങ്ങനെയാണെന്നറിയോ ഈ അമോണിയ റിലീസ് ചെയ്യുന്നത്. ഇതിപ്പോൾ അവരുടെ ബോഡി ആണെങ്കിൽ ഈ ഒരു ബോഡി സർഫസിലൂടെയാണ് അവർ റിമൂവ് ചെയ്യുന്നത് ഈ ബോഡി വേസ്റ്റ്. എങ്ങനെയാണ് അമോണിയ റിലീസ് ചെയ്യുന്നത്? NH4+ അയോണിൻ്റെ ഫോമിൽ അവരുടെ ബോഡി സർഫസിലൂടെ, അതല്ലെങ്കിൽ അവരുടെ ഗിൽ സർഫസിലൂടെയാണ് അവർ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരു ആനിമലാണ്, ഒരു അമോണോടെലിക് ആനിമലാണ്, ഇത് അവരുടെ ഗില്ലാണ്. ഒന്നല്ലെങ്കിൽ ഗിൽ സർഫസിലൂടെ അവർ ചിലത് ഗിൽ സർഫസിലൂടെ അത് റിലീസ് ചെയ്യും, ദാറ്റ് ഈസ് ഫിഷസ് ഒക്കെ ഗിൽ സർഫസിലൂടെയാണ്. ചിലത് അതിൻ്റെ ബോഡി സർഫസിലൂടെ തന്നെ അത് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. എന്തായിട്ടാണ് റിലീസ് ചെയ്യുന്നത് അമോണിയ NH4+, ദാറ്റ് ഈസ് അമോണിയം അയോണിൻ്റെ ഫോമിലാണ് അത് എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ അമോണിയ റെഡിലി സൊല്യൂബിൾ ആണ്, എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഡിഫ്യൂഷൻ അക്രോസ് ബോഡി സർഫസിലൂടെ റിലീസ് ചെയ്യും, അതല്ലെങ്കിൽ ഗിൽ സർഫസിലൂടെ. എങ്ങനെ, അമോണിയം അയോൺസ് ആയിട്ട്. ഇനി നമ്മളിവിടെ നോക്കേണ്ട കാര്യം, കിഡ്നീസിന് ഒരു റോളും ഇല്ല ഇതിൻ്റെ റിമൂവലിന്. ഓക്കെ, ഇതിൻ്റെ റിമൂവലിന് വേണ്ടിയിട്ട് കിഡ്നീസിന് ഒരു റോളും ഇല്ല എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, ഇപ്പോൾ അക്വാറ്റിക്കിൽ എങ്ങനെയാണ്, കുറേ വാട്ടർ വേണം. അതുകൊണ്ട് ഇപ്പോൾ അമോണോടെലിക്കിന് കുറേ വാട്ടർ വേണം, അതുകൊണ്ട് അക്വാറ്റിക് സ്പീഷീസൊക്കെ അധികം അമോണോടെലിക് ആയിരിക്കും. ഇനി കിഡ്നീസിന് അതിന് ഒരു റോളില്ല എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത്. ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻസിന് അധികം വാട്ടറൊന്നും അവൈലബിൾ ആയിരിക്കില്ല. സോ അത് മോസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള അമോണോടെലിക്കൊന്നും അധികം അവിടെ കാണില്ല. അപ്പോൾ ടെറസ്ട്രിയൽ അഡാപ്റ്റേഷന് യൂറിക് ആസിഡിൻ്റെ ഫോമിലും യൂറിയയുടെ ഫോമിലൊക്കെയാണ് അവിടെ വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ നെസസിറ്റേറ്റഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ലെസർ ടോക്സിക് നൈട്രജനസ് വേസ്റ്റ്, അതായത് യൂറിക് ആസിഡും. എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് യൂറിയോടെലിക്കാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. യൂറിയോടെലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിയോടെലിക് ആനിമൽസ് എന്ന് പറയുന്നത് യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആനിമൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് യൂറിയോടെലിക് ആനിമൽസ് എന്നാണ്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് യൂറിയോടെലിസം. പ്രോസസ്സ് യൂറിയോടെലിസം ആൻഡ് ആ ആനിമൽസ് യൂറിയോടെലിക് ആനിമൽസ്. ഓക്കെ, ഇനി യൂറിയോടെലിക് ആനിമൽസിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. യൂറിയോടെലിക് ആയിട്ടുള്ളത് നമ്മൾ പഠിക്കേണ്ട ട്രിക്ക് മണി ഫ്രം ATM എന്നുള്ളതാണ്. ദാറ്റ് ഈസ് മണി ഫ്രം ATM. സോ ദിസ് ഈസ് ദ ട്രിക്ക്. ഏതൊക്കെയാണ് നോക്കൂ. മാമൽസ്, മെനി ടെറസ്ട്രിയൽ ആംഫീബിയൻസ് ആൻഡ് മറൈൻ ഫിഷസ്. ഓക്കെ, മാമൽസ്, money from marine fishes. AT for terrestrial amphibians, and this M for mammals. Okay, money from ATM is the trick. Money from means marine fish, and AT means terrestrial amphibian, and then last M means mammals. Okay, 3 examples are there. Money from ATM is the trick. And then mammals, many terrestrial amphibians and marine fish. Money from, and terrestrial amphibians AT, and then mammals M. Okay, and then ammonia produced by metabolism is converted. So in the case of terrestrial
അഡാപ്റ്റേഷൻ, ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ ഉള്ള ആനിമൽസിന് ഇപ്പോൾ നമ്മുടെ ശരീരത്തിലായാലും അമോണിയ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് എമൗണ്ട് ഓഫ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് അമോണിയ ബോഡി സർഫസിലൂടെ ഗിൽ സർഫസിലൂടെ ഒന്നും നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഇതെന്താ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത അമോണിയ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അത് മെറ്റബോളിസം വഴി പ്രൊഡ്യൂസ് ചെയ്ത അമോണിയ അത് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എവിടെ വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇൻ ദ ലിവറിൽ വെച്ചിട്ടാണ് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലിവറിൽ വെച്ചിട്ടാണ് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അത് എന്ത് ചെയ്യും? കിഡ്നീസ് ഫിൽട്ടർ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് യൂറിയനെ. പക്ഷേ ഫുൾ യൂറിയ, ഇപ്പോൾ കുറച്ച് അമോണിയ എന്ത് ചെയ്തു? യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അത് ലിവറിൽ വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്തത്. അത് ബ്ലഡിലേക്ക് എന്നിട്ട് റിലീസ് ചെയ്യും. ബ്ലഡ് കിഡ്നിയിൽ വെച്ചിട്ട് അത് ഫിൽട്ടർ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ യൂറിയയും ഇത് എന്ത് ചെയ്യുന്നില്ല? ഫിൽട്ടർ ചെയ്ത് കളയുന്നില്ല. കുറച്ച് എമൗണ്ട് ഓഫ് യൂറിയ അവിടെ വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സം എമൗണ്ട് ഓഫ് യൂറിയ മേ ബി റിറ്റെയിൻഡ് ഇൻ ദ കിഡ്നി മാട്രിക്സ് ഓഫ് ദീസ് ആനിമൽസ് ടു മെയിൻറ്റെയിൻ ഡിസൈർഡ് ഓസ്മോളാരിറ്റി. നമ്മൾ പിന്നീട് പഠിക്കും എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് യൂറിയോടെലിക് ആനിമൽസ്. യൂറിയോടെലിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആനിമൽസിനെ യൂറിയോടെലിക് ആനിമൽസ് എന്നാണ് പറയുന്നത്. ആൻഡ് അങ്ങനെയുള്ള പ്രോസസ്സിനെ യൂറിയോടെലിസം എന്നാണ് പറയുന്നത്. മണി ഫ്രം ATM ഈസ് ദ ട്രിക്ക്. ദാറ്റ് ഈസ് മറൈൻ ഫിഷസ്, ടെറസ്ട്രിയൽ ആംഫീബിയൻസ് ആൻഡ് മാമൽസ് ആർ ദ എക്സാമ്പിൾസ്. ആൻഡ് നമ്മുടെയൊക്കെ ശരീരത്തിൽ കുറച്ച് എമൗണ്ട് ഓഫ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും? ലിവറിൽ വെച്ചിട്ട് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അത് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഈ യൂറിയനെ എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. ഈ ബ്ലഡ് പിന്നീട് കിഡ്നീസിലൊക്കെ എത്തുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഫിൽട്ടർ ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്, പുറത്തേക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ യൂറിയയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പുറത്തേക്ക് കളയുന്നില്ല. കുറച്ച് നമ്മുടെ ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് യൂറിയോടെലിക്കിൽ. ദെൻ കംസ് യൂറിക്കോടെലിക് ആനിമൽസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ആനിമൽസിനെ യൂറിക്കോടെലിക് ആനിമൽസ് എന്നാണ് പറയുന്നത്. ഇതിന് വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ലാൻഡ് സ്നെയിൽസ് ആണ് വരുന്നത്. സോ ഇതിനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്, and the trick is RBILS. That is reptiles, birds, insect and land snails. RBILS. Okay, RBILS is the trick for the യൂറിക്കോടെലിക് ആനിമൽസ്. യൂറിക്കോടെലിക് ആനിമൽസിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് RBILS എന്നുള്ളതാണ്. ദറ്റ് ഈസ് റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇൻസെക്ട് ആൻഡ് LS ഫോർ ദ ലാൻഡ് സ്നെയിൽസ്. റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ലാൻഡ് സ്നെയിൽസ് LS. ഓക്കെ, RBILS is the trick for the യൂറിക്കോടെലിക് ആനിമൽസ്. ഓക്കെ, ആൻഡ് ദെൻ ഈ യൂറിക്കോടെലിക് ആനിമൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക, റെപ്റ്റൈൽസ് ആണ്, ബേർഡ്സ് ആണ്, ഇൻസെക്ട്സ് ആണ്, ലാൻഡ് സ്നെയിൽസ്. അപ്പോൾ ഈ ബേർഡ്സ്, ഇൻസെക്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ആണ് അല്ലേ. അപ്പോൾ അവർ യൂറിക്കോടെലിക് ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറേ നേരം എന്ത് ചെയ്യണം? ഫ്ലൈ ചെയ്യണം. ദേ ഹാവ് ടു ഫ്ലൈ അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേണ്ടത്ര വാട്ടറൊന്നും അവർക്ക് ലഭ്യമാവില്ല. സോ അവർ പെല്ലറ്റ് ഓർ പേസ്റ്റിൻ്റെ ഫോമിലാണ് നൈട്രജനസ് വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. റെപ്റ്റൈൽസ്, ബേർഡ്സ്, ലാൻഡ് സ്നെയിൽസ് ആൻഡ് ഇൻസെക്ട്സ് എക്സ്ക്രീറ്റ് നൈട്രജനസ് വേസ്റ്റ് ആസ് യൂറിക് ആസിഡ് ഇൻ ദ ഫോം ഓഫ് പെല്ലറ്റ് ഓർ പേസ്റ്റ്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ് പെല്ലറ്റ് ഓർ പേസ്റ്റിൻ്റെ ഫോമിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? വാട്ടറിൻ്റെ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പേസ്റ്റ് രൂപത്തിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് വാട്ടർ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവർക്ക് കുറേ നേരം ഫ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം? വാട്ടർ അവർക്ക് കൺസേർവ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ വാട്ടർ കൂടുതൽ ഇങ്ങനെ ഈ ഒരു വേസ്റ്റ് റിമൂവലിന് വേണ്ടിയിട്ട് കളയാനില്ല. സോ പെല്ലറ്റ് ഓർ പേസ്റ്റിൻ്റെ ഫോമിൽ ആണ് എന്ത് ചെയ്യുന്നത്? അവർ റിലീസ് ചെയ്യുന്നത്. യൂറിക്കോടെലിക് ആനിമൽസ് എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഫസ്റ്റ് പോർഷൻ ഇത്രയാണുള്ളത്. ഫസ്റ്റ് പോർഷനിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മേജർ നൈട്രജനസ് വേസ്റ്റ് ഏതൊക്കെയാണ്? അമോണിയ, യൂറിയ ആൻഡ് യൂറിക് ആസിഡ് ആണ് വരുന്നത്. ഓക്കെ, അതിൽ മോസ്റ്റ് ടോക്സിക് ആയിട്ടുള്ളത് അമോണിയാണ്. ആൻഡ് ഈ അമോണിയക്ക് എന്ത് വേണം? ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. പിന്നെ ലീസ്റ്റ് ടോക്സിക് ആയിട്ടുള്ളത് യൂറിക് ആസിഡ് ആണ്. അതിന് എന്ത് മതി? കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ മതി അതിൻ്റെ റിമൂവലിന് വേണ്ടിയിട്ട്. അപ്പോൾ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ അമോണോടെലിസം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അതിൻ്റെ എക്സാമ്പിളിൻ്റെ ട്രിക്കാണ് നമ്മൾ ബഫൈ എന്ന് പഠിച്ചത്. BF, AAA ആൻഡ് I. BF ഫോർ ബോണി ഫിഷ് ആൻഡ് അക്വാറ്റിക് ആംഫീബിയൻ ആൻഡ് അക്വാറ്റിക് ഇൻസെക്ട്. അതായത് അക്വാറ്റിക്കിൽ വരുന്നതാണ് കൂടുതലും അമോണോടെലിക് ആയിട്ടുള്ള ആനിമൽസ്. പിന്നെ ആ പ്രോസസ്സിനെ നമ്മൾ അമോണോടെലിസം എന്ന് പറഞ്ഞു. പിന്നെ അമോണിയ എന്ന് പറയുന്നത് റെഡിലി സൊല്യൂബിൾ ആണ്. അതിങ്ങനെയാണ് അവരുടെ ബോഡി ഡിഫ്യൂഷൻ വഴിയോ, ബോഡി സർഫസ് വഴി ഡിഫ്യൂഷൻ വഴിയോ, അതല്ലെങ്കിൽ ഫിഷസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഗിൽ സർഫസ് വഴിയോ ഒക്കെ എന്ത് ചെയ്യും? ഈ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യും. എന്തിൻ്റെ ഫോമിലാണ്? NH4+ അയോണിൻ്റെ ഫോമിൽ, ദാറ്റ് ഈസ് അമോണിയം അയോണിൻ്റെ ഫോമിലാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്.
പിന്നെ നമ്മൾ പറഞ്ഞത് കിഡ്നീസിന് ഇതിനൊരു റോളുമില്ല ഇത് എക്സ്ക്രീഷന് വേണ്ടിയിട്ട്. ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത് ഏതൊക്കെയാണ്? യൂറിയ ആൻഡ് യൂറിക് ആസിഡ് മെക്കാനിസമാണ്. എന്തിനു വേണ്ടിയിട്ട്? വാട്ടർ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ദെൻ ഈ യൂറിയോടെലിക് ആനിമൽസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. യൂറിയോടെലിക് ആനിമൽസ് എന്ന് പറയുന്നത് അവർ യൂറിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അവരെ യൂറിയോടെലിസം എന്നാണ് ആ ഒരു പ്രോസസ്സിന് പറയുന്നത്. യൂറിയോടെലിസം എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾസിൽ വരുന്നതാണ് നമ്മൾ മണി ഫ്രം ATM എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. മണി ഫ്രം എന്നുള്ളത് മറൈൻ ഫിഷ് ആൻഡ് AT എന്നുള്ളത് ടെറസ്ട്രിയൽ ആംഫിബിയൻസ് ആൻഡ് M for മാമൽസ്. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ പഠിച്ചു നമ്മുടെ ശരീരത്തിലൊക്കെ കുറച്ച് എമൗണ്ട് ഓഫ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മെറ്റബോളിസം നടന്നിട്ട്. ഓക്കെ, അത് എന്ത് ചെയ്യും? യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തിൽ വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുക? ലിവറിൽ വെച്ചിട്ട് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ലിവറിൽ വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത യൂറിയ ബ്ലഡ് വഴി എന്ത് ചെയ്യും? കിഡ്നിയിലേക്കൊക്കെ എത്തിച്ചേരും. ഓക്കെ, ആൻഡ് ദെൻ ആ ഒരു യൂറിയനെ പുറത്തേക്ക് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ യൂറിയനും റിലീസ് ചെയ്യുന്നില്ല. കുറച്ച് നമ്മുടെ ബോഡി കിഡ്നി മാട്രിക്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ കേസാണ് നമ്മൾ യൂറിക്കോടെലിക് ആനിമൽസിൻ്റെ പറഞ്ഞത്. അത് വരുന്നത് RBILSലാണ്. ദാറ്റ് ഈസ് റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ലാൻഡ് സ്നീൽസ്. ആൻഡ് ഇവരൊക്കെ പെല്ലറ്റ് ഓർ പേസ്റ്റിൻ്റെ ഫോമിലാണ് റിമൂവ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെല്ലറ്റ് ഓർ പേസ്റ്റിൻ്റെ ഫോമിൽ റിമൂവ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കുറച്ച് ആനിമൽസിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആനിമൽ കിങ്ഡത്തിൻ്റെ സർവേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സർവേ ഓഫ് ആനിമൽ കിങ്ഡം പ്രസൻസ് എ വെറൈറ്റി ഓഫ് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ്. അതിൽ ഇൻവേർട്ടിബ്രേറ്റ്സിനൊക്കെ സിമ്പിൾ ട്യൂബുലാർ ഫോംസ് ആണ് അവർക്ക് എക്സ്ക്രീറ്ററി സ്ട്രക്ചറായിട്ട് കാണുന്നത്. ഓക്കെ, ഇൻവേർട്ടിബ്രേറ്റ്സിന് സിമ്പിൾ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആണ് കാണുന്നത്. പക്ഷേ വേർട്ടിബ്രേറ്റ്സിന് എങ്ങനെയാണ്? കോംപ്ലെക്സ് ആയിട്ടുള്ള കിഡ്നീസൊക്കെ കാണപ്പെടുന്നുണ്ട്. വേർട്ടിബ്രേറ്റ്സിന് ഹാവ് കോംപ്ലെക്സ് ട്യൂബുലാർ ഓർഗാൻസ് കാൾഡ് കിഡ്നീസ്. ഓക്കെ, അപ്പോൾ വേർട്ടിബ്രേറ്റ്സിന് ഏതാണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഏതാണ്? കിഡ്നിയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ ഓരോന്നിൻ്റെ കുറച്ച് ഇതിൻ്റെ പറയാണ്. ഫസ്റ്റ് നമ്മൾ ഇവിടെ നോക്കാം. നമുക്ക് ഫ്ലെയിം സെൽ ഓർ പ്രോട്ടോനെഫ്രീഡിയ, ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലെയിം സെൽസ്. ഈ പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലെയിം, സോ ഇവിടെ നമുക്ക് നോക്കിയിട്ട് അവിടെ പറയാം. പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത് ആരുടെയൊക്കെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണെന്നറിയോ? അതൊരു എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. അത് ആരിലേക്കാണ് കാണപ്പെടുന്നത്? പ്ലാറ്റി ഹെൽമിന്തസിൽ കാണപ്പെടുന്നുണ്ട്. പ്ലാറ്റി ഹെൽമിന്തസ് നമ്മൾ ഫ്ലാറ്റ് വോംസ് എന്നാണ് പറയുന്നത് അല്ലേ? പ്ലാറ്റി ഹെൽമിന്തസ് ഓർ ഫ്ലാറ്റ് വോംസ്. അതിന് എക്സാമ്പിളാണ് പ്ലാനേറിയ ഒക്കെ എക്സാമ്പിളാണ്. ലിവർ ഫ്ലൂക്ക്, ഫാസിയോള എന്നൊക്കെ പറയുന്നത് പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ പ്ലാറ്റി ഹെൽമിന്തസിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ റോട്ടിഫേഴ്സിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ ആനലിഡ്സിൽ, ചില ആനലിഡ്സിലൊക്കെ കാണാം. എല്ലാ അനലിഡ്സ് എന്ന് പറയുന്നില്ല, സം അനലിഡ്സ്, ചില അനലിഡ്സിൽ. പിന്നെ സെഫലോകോഡേറ്റ. ഏത് സെഫലോകോഡേറ്റ? ആംഫിയോക്സിസ് എന്ന് പറയുന്ന സെഫലോകോഡേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആംഫിയോക്സിസ് എന്ന് പറയുന്ന സെഫലോകോഡേറ്റിലും ചില അനലിഡ്സിലും റോട്ടിഫേഴ്സിലും പിന്നെ പ്ലാറ്റി ഹെൽമിന്തസിലുമാണ് പ്രോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ് കാണപ്പെടുന്നത്. ഓക്കെ, ഫ്ലെയിം സെൽസ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോട്ടോനെഫ്രീഡിയ. ഇനി പ്രോട്ടോനെഫ്രീഡിയ എന്തിനു വേണ്ടിയിട്ടാണുള്ളതെന്നറിയോ? അയോണിക് ആൻഡ് ഫ്ലൂയിഡ് വോളിയം റെഗുലേഷൻ, ദാറ്റ് ഈസ് ഓസ്മോ റെഗുലേഷൻ ആണ്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എക്സ്ക്രീഷൻ എന്നുള്ളത് അതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. പക്ഷെ അതിൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓസ്മോ റെഗുലേഷൻ, ദാറ്റ് ഈസ് അയൺ ആൻഡ് ഫ്ലൂയിഡ് ബാലൻസിനെയാണ് നമ്മൾ ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള അയൺ ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യുക. ദാറ്റ് ഈസ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ബ്ലഡ് ആണെന്ന് വിചാരിച്ചോ. ഈ ബ്ലഡിനകത്തുള്ള Na+, K+ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയോൺസ് ഉണ്ട്. അപ്പോൾ ഈ അയോൺസ് ഈ ബോഡി ഫ്ലൂയിഡ്, ഇപ്പോൾ നമ്മൾ 100 ml ബ്ലഡ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. അതിൽ ഇത്ര എമൗണ്ട്, ഇപ്പോൾ 10 ഗ്രാം അല്ലെങ്കിൽ ഇത്ര ഗ്രാമൊക്കെ സോഡിയം, അതല്ലെങ്കിൽ K+, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് 10 ഗ്രാം എന്നുള്ളത്. 100 ml എടുക്കുകയാണെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് സോഡിയം, പൊട്ടാസ്യം ഒക്കെ പറ്റുള്ളൂ എന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ബാലൻസിനെയാണ് നമ്മൾ ഓസ്മോൾ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓസ്മോലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പ്രൈമറിലി അതിൻ്റെ ഫംഗ്ഷൻ. പ്രോട്ടോനെഫ്രീഡിയ എന്നുള്ള എക്സ്ക്രീഷനും ഉണ്ട്, പിന്നെ ഓസ്മോ റെഗുലേഷൻ എന്നുള്ളതും ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. സോ നെഫ്രീഡിയ നെക്സ്റ്റ് വരുന്നതാണ്. ഫസ്റ്റ് വൺ ആണ് പ്രോട്ടോനെഫ്രീഡിയ, പിന്നെ വരുന്നതാണ് നെഫ്രീഡിയ. നെഫ്രീഡിയ കാണപ്പെടുന്നത് അനലിഡ്സിൻ്റെ എക്സാമ്പിളാണ് എർത്ത് വേം ഒക്കെ അനലിഡ്സിൻ്റെ എക്സാമ്പിളാണ്. എർത്ത് വേം, നീറിസ്, നമുക്കറിയാം ഹെറുഡിനേറിയ, ലീച്ച് അല്ലേ, അതൊക്കെ അനലിഡ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നെഫ്രീഡിയ കാണപ്പെടുന്നത് അനലിഡ്സിലാണ്. അതെന്താണ് നെഫ്രീഡിയ എന്ന് പറയുന്നത്? ഒരു ട്യൂബുലാർ എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് നെഫ്രീഡിയ എന്ന് പറയുന്നത്. പിന്നെ
നെഫ്രീഡിയ നൈട്രോജനസ് വേസ്റ്റ് റിമൂവ് ചെയ്യാനും അയേൺ ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ് ദാറ്റ് ഈസ് ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ടും കൂടിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മാൽഫീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് ഇൻസെക്ട്സിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇൻസെക്ട്സിൽ, അതായത് ആർത്രോപോഡ്സിൽ ഇൻസെക്ട്സിൽ കാണപ്പെടുന്നത് മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ് കാണപ്പെടുന്നത്. ഇനി മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ഓസ്മോ റെഗുലേഷനും വേസ്റ്റ് റിമൂവലിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ്ക്രീറ്ററി സ്ട്രക്ചറായിട്ടും ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ആൻറ്റിനൽ ഗ്ലാൻഡ് ഓർ ഗ്രീൻ ഗ്ലാൻഡ്. അപ്പോൾ നാലാമത്തെയാണ് ആൻറ്റിനൽ ഗ്ലാൻഡ് ഓർ ഗ്രീൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് പ്രോൺസ്, ഇപ്പോൾ ആർത്രോപോഡയിൽ തന്നെ വരുന്നതാണ് ഈ ആൻറ്റിനൽ ഗ്ലാൻഡ് ഓർ ഗ്രീൻ ഗ്ലാൻഡ്. ആർത്രോപോഡയിൽ കാണപ്പെടുന്ന ഒരു എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ്. ആർത്രോപോഡയിലുള്ള ഒരു ആനിമലാണ് ക്രസ്റ്റേഷ്യൻ എന്ന് പറയുന്നത്. ക്രസ്റ്റേഷ്യൻ ഒരു ടൈപ്പ് ഓഫ്, ഇപ്പോൾ ഇൻസെക്റ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇതിനല്ല. അപ്പോൾ ഈ ക്രസ്റ്റേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ആർത്രോപോഡാണ്. പ്രോൺസൊക്കെ ഈ ക്രസ്റ്റേഷ്യൻസിൽ ഉൾപ്പെടുക. അപ്പോൾ ക്രസ്റ്റേഷ്യൻസിൽ പ്രോൺസ് പോലെയുള്ള ക്രസ്റ്റേഷ്യൻസിൽ ആൻറ്റിനൽ ഗ്ലാൻഡ്സ് ഓർ ഗ്രീൻ ഗ്ലാൻഡ്സ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, പ്രോൺസ് പോലെയുള്ള ക്രസ്റ്റേഷ്യൻസിൽ ആൻറ്റിനൽ ഗ്ലാൻഡ്സ് ഓർ ഗ്രീൻ ഗ്ലാൻഡ്സ് ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഉള്ളത് കേട്ടോ. ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലെയിം സെൽസ് ഓർ പ്രോട്ടോനെഫ്രീയ എന്ന് പറയുന്നത്, പ്ലാറ്റി ഹെൽമിൻതസ്, റോട്ടിഫേഴ്സ്, സമ്മാനലിഡ്സ്, പിന്നെ ആംഫിയോക്സസ് എന്ന് പറയുന്നത് സെഫലോകോഡേറ്റയിൽ വിടുന്നതാണ്. പിന്നെ നെഫ്രീഡിയ, ഇത് നെഫ്രീഡിയ ആൻഡ് മാൽഫീജിയൻ ട്യൂബ്യൂളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൂന്നെണ്ണം ഫസ്റ്റ് പറഞ്ഞ ഈ മൂന്നെണ്ണം എന്തിന് ഓസ്മോ റെഗുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നെഫ്രീഡിയ ആനലിഡ്സിലാണ് കാണപ്പെടുന്നത്. മാൽഫീജിയൻ ട്യൂബ്യൂൾ ഇൻസെക്ട്സിലാണ്. ഗ്രീൻ ഓർ ആൻറ്റിനൽ ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞു ക്രസ്റ്റേഷ്യൻസിലാണ് കാണപ്പെടുന്നത്. പ്രോൺസിൽ അത് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിക്കുന്നതാണ് പ്രൊബോസിസ് ഗ്ലാൻഡ് എന്നുള്ളത്. പ്രൊബോസിസ് ഗ്ലാൻഡ് ഹെമികോഡേറ്റയിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ഹെമികോഡേറ്റ ഫൈലത്തിലാണ് പ്രൊബോസിസ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. പിന്നെ എല്ലാ വേർട്ടിബ്രേറ്റ്സിലും കിഡ്നി കാണപ്പെടുന്നുണ്ട്, അത് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്കിനോഡെർമേറ്റയിലെ എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. അത് നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിക്കുന്നതാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ഇൻ ദി എക്കിനോഡെർമേറ്റ. ആൻഡ് ഇത്രയാണ് സെക്കൻഡ് പോർഷൻ ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്താണ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ്റെ അകത്ത് എങ്ങനെയാണ് എക്സ്ക്രീറ്ററി ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന് 4 പോർഷൻസ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ കിഡ്നീസ്, പിന്നെ യൂറിറ്റേഴ്സ്, പിന്നെ യൂറിനറി ബ്ലാഡർ, യൂറീത്ര. ഏതൊക്കെയാണ്? കിഡ്നി വരുന്നുണ്ട്, പിന്നെ യൂറിറ്റർ വരുന്നുണ്ട്, യൂറിനറി ബ്ലാഡർ ആൻഡ് ദെൻ യൂറീത്ര. ഓക്കെ, ഏതൊക്കെയാണ്? കിഡ്നി, യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറീത്ര. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് കിഡ്നി ആൻഡ് ദെൻ ദിസ് ഈസ് ദ കിഡ്നി. ഈ ബീൻ ഷേപ്പ്ഡ് റെഡിഷ് ബ്രൗൺ കളർ ആയിട്ടുള്ളതാണ് കിഡ്നി വരുന്നത്. ആൻഡ് ദെൻ ദിസ് ഈസ് ദ യൂറിറ്റർ, ഇതാണ് യൂറിറ്റർ. ആൻഡ് ദെൻ കംസ് ദ യൂറിനറി ബ്ലാഡർ, ഇതാണ് യൂറിനറി ബ്ലാഡർ. ആൻഡ് ദിസ് ഈസ് ദ യൂറീത്ര. ഓക്കെ, ഇതാണ് യൂറീത്ര എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ കിഡ്നി, യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറീത്ര. ഇനി കിഡ്നീൻ്റെ ഫീച്ചേഴ്സാണ് റെഡിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഓക്കെ, റെഡിഷ് ബ്രൗൺ കളറാണ്, ബീൻ ഷേപ്പ്ഡ് ആണ്, ഒരു ബീൻ പോലെയുള്ള ഷേപ്പാണ്, ലൈക്ക് ദിസ് ഒരു ബീൻ ഷേപ്പ്ഡ് ആണ് വരുന്നത്, റെഡിഷ് ബ്രൗൺ കളറാണ്. ആൻഡ് കിഡ്നി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് തൊറാസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ റിബ്സൊക്കെ അല്ലേ. അപ്പോൾ റിബ്സൊക്കെ ഉള്ളത് ലാസ്റ്റ് തൊറാസിക് മുതൽ തേർഡ് ലംബാർ വരെ. അപ്പോൾ നമ്മുടെ വേർട്ടിബ്രൽ കോളം എടുത്ത് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ തൊറാസിക് ഏരിയയാണിത്. നമ്മുടെ ശരീരത്തിൽ കിഡ്നി എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ആലോചിക്കേണ്ടത് നമ്മുടെ ബാക്ക് സൈഡിലാണ് കേട്ടോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നമ്മുടെ സ്റ്റൊമക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്ക് സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് T12, ദാറ്റ് ഈസ് നമ്മുടെ തൊറാസിക്, നമ്മുടെ റിബ് കേജ് ഒക്കെ അവസാനിക്കുന്നത് മുതൽ ലംബാർ 3 വരെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ, T12 ആൻഡ് L3, ദാറ്റ് ഈസ് ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാറിൻ്റെ അടുക്കാണ് ഈ ഒരു കിഡ്നി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ ഇത് എവിടെയാണ്? ലംബാർ വെർട്ടിബ്ര. ഇത് ബാക്ക് സൈഡിലാണ്. ഡോഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ കേട്ടോ. ഡോഴ്സൽ ഇന്നർ വാൾ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഇന്നർ വാളിന് ക്ലോസ് ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു അഡൾട്ട് ഹ്യൂമൻ്റെ, അപ്പോൾ ഇത്രയാണ്. റെഡിഷ് ബ്രൗൺ ആണ്, ബീൻ ഷേപ്പാണ്, ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ. അത് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കണം. T12 to L3 ആണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കണം. ഇനി ഈ കിഡ്നിയുടെ സൈസൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ് ലെങ്ത് വൈസ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 10 to 12 ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. 10
1 to 10 to 12 ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത്ര, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. 5 to 7 ആണ് വരുന്നത്. ഇനി അതിൻ്റെ തിക്നെസ്, അതിന് ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 2 to 3 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. 5 to 7 ആണ് ഇത് വരുന്നത്, 2 to 3 ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓർത്ത് വെക്കാം, 2, 3, 5, 7. ഓക്കെ, 2 to 3 എന്ന് പറയുന്നത് തിക്നെസ്, 5 to 7 എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്ത്. ഇനി അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 120 ഗ്രാം മുതൽ 170 ഗ്രാം വരെയാണ് അതിൻ്റെ വെയിറ്റ് വരിക കേട്ടോ. 120 ഗ്രാം മുതൽ 170 ഗ്രാം വരെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിഡ്നീനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഏതൊക്കെ പാട്ടാണ്? കിഡ്നി ഉണ്ട്, പിന്നെ യൂറീറ്റർ ഉണ്ട്, ഇതാണ് യൂറീറ്റർ, ദിസ് ഈസ് ദ യൂറീറ്റർ. ആൻഡ് ദെൻ കംസ് ദ യൂറിനറി ബ്ലാഡർ, ആൻഡ് ദെൻ ഈ ഒരു പോർഷനെയാണ് ഈ ഒരു പോർഷനെ യുറീത്ര എന്ന് വിളിക്കുന്നു. പിന്നെ ഈ കിഡ്നിയുടെ ഫീച്ചേഴ്സാണ് റെഡിഷ് ബ്രൗൺ കളറാണ്, ബീൻ ഷേപ്പ്ഡ് ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 to 12 ആണ് ലെങ്ത്ത് വരുന്നത്. തിക്നെസ് എന്ന് പറയുന്നത് 2 to 3 സെൻറ്റിമീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് 5 to 7 ആണ് വരുന്നത്. ആൻഡ് ദെൻ അതിൻ്റെ നമ്മൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് T12 to L3 ആണ്. ദാറ്റ് ഈസ് തേർഡ് ലാസ്റ്റ് തൊറാസിക് മുതൽ തേർഡ് ലംബാർ വരെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ ഡോസൽ പോർഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ ഇന്നർ കോൺകേവ് സർഫസ് ഓഫ് ദ കിഡ്നി, അതായത് ഇതാണ് ഇന്നർ കോൺകേവ് സർഫസ് കേട്ടോ. ഇതാണ് കിഡ്നിയുടെ ഇന്നർ, ഇത് കിഡ്നിയുടെ കോൺവെക്സ് സർഫസ്, ഇതാണ് കിഡ്നിയുടെ കോൺകേവ് സർഫസ്. ഓക്കെ, ഏതാണ് കിഡ്നിയുടെ കോൺകേവ് സർഫസ്? ഇത്, ദിസ് one is the concave surface. അപ്പോൾ towards the inner side of the towards the center of the inner concave surface of the kidney ഒരു നോച്ച് പ്രസൻ്റ് ആണ്. ആ ഒരു നോച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു നോച്ച് പ്രസൻ്റ് ആണ്. ആ നോച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈലം എന്നാണ് വിളിക്കുന്നത്. ഫിഗറിൽ ഹൈലം കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ഒരു നോച്ച് പ്രസൻ്റ് ആണ്. ആ ഒരു നോച്ചിനെയാണ് നമ്മൾ ഹൈലം എന്ന് വിളിക്കുന്നത്. ഈ ഒരു നോച്ചിൽ നിന്നാണ്, അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു നോച്ച് പ്രസൻ്റ് ആണ്. ഈ ഒരു നോച്ചിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? യൂറീറ്റർ ആയിക്കോട്ടെ, ആർട്ടറീസ്, ബ്ലഡ് വെസൽസ്, വെയിൻസ്, ആർട്ടറീസും വെയിൻസും ഒക്കെ എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു നോച്ചിനെ നമ്മൾ ഹൈലം എന്ന് വിളിക്കുന്നു. സോ ഇവിടെ ഈ ഒരു നോച്ചിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഈ നോച്ചിൽ നിന്നാണ് യൂറീറ്റർ ആൻഡ് ആർട്ടറി, റീനൽ ആർട്ടറി, റീനൽ വെയിനൊക്കെ വരുന്നത്. ഓക്കെ, ത്രൂ വിച്ച് യൂറീറ്റർ, ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സും എൻ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ റീനൽ ആർട്ടറി കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ റീനൽ വെയിൻ. ഓക്കെ, ഈ കാണുന്നത് റീനൽ ആർട്ടറി ആൻഡ് ഈ ബ്ലൂ കളർ കാണുന്നത് റീനൽ വെയിൻ. ഓക്കെ, ആൻഡ് ദെൻ ഇത് കിഡ്നിയുടെ മുകളിലാണ് അഡ്രീനൽ ഗ്ലാൻഡ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ? കിഡ്നിയുടെ മുകളിലാണ് അഡ്രീനൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. ആൻഡ് ദെൻ ഇൻഫീരിയർ വീന കാവയാണിത്. ദിസ് ഈസ് ദ ഇൻഫീരിയർ വീന കാവ. ഇൻഫീരിയർ വീന കാവ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? ഹേർട്ടിൻ്റെ താഴെയുള്ള ഓർഗൻസിൽ നിന്ന് ഹേർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് ഇൻഫീരിയർ വീന കാവയാണ്. ഓക്കെ, ഇതാണ് ഹേർട്ടിൻ്റെ സ്ട്രക്ചർ. ഹേർട്ടിൻ്റെ റൈറ്റ് ഏട്രിയമാണിത്. ഈ ഹേർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിലേക്ക് സുപ്പീരിയർ വീന കാവ ആൻഡ് ഇൻഫീരിയർ വീന കാവ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സുപ്പീരിയർ വീന കാവ ബ്ലഡ് എത്തിക്കുന്നത് എവിടെ നിന്നാണ്? ഹേർട്ടിൻ്റെ മുകളിലുള്ള ഓർഗൻസിൽ നിന്നും ടിഷ്യൂസിൽ നിന്നൊക്കെ ഹേർട്ടിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുന്നു. ഇനി ഹേർട്ടിൻ്റെ താഴെയുള്ള ഓർഗൻസിൽ നിന്ന്, അതായത് കിഡ്നി പോലെയുള്ള ഓർഗൻസിൽ നിന്ന് ഹേർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് ഇൻഫീരിയർ വീന കാവയാണ് കേട്ടോ. ആൻഡ് ദെൻ അപ്പോൾ ആ ഹൈലമുണ്ട് കോൺകേവ് സർഫസിൽ ഒരു നോച്ച്, ആ നോച്ചിനെയാണ് ഹൈലം എന്ന് വിളിക്കുന്നത്. അതിലൂടെയാണ് യൂറീറ്റർ, ബ്ലഡ് വെസൽസ്, നെർവ്സ് എൻ്റർ ചെയ്യുന്നത്. ഇനി ഹൈലത്തിൻ്റെ അകത്തായിട്ട് ഇവിടെ ഒരു ഫണൽ ഷേപ്ഡ് പാർട്ടുണ്ട്. ഈ ഒരു ഫണൽ ഷേപ്ഡ് പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീനൽ പെൽവിസ് എന്ന്. അപ്പോൾ റീനൽ പെൽവിസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ റീനൽ പെൽവിസ്. ഓക്കെ, ഈ ഒരു ഫണൽ ഷേപ്ഡ് പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇത് ഈ ഒരു കോൺകേവ് സർഫസ്, അവിടെ ഒരു നോച്ച് നിന്നാണ് ഒക്കെ എൻ്റർ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ഫണൽ ഷേപ്ഡ് പോർഷൻ ഉണ്ട്. ഈ ഒരു ഫണൽ ഷേപ്ഡ് പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീനൽ പെൽവിസ് എന്നുള്ളത്. ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്പേസ് കാൾഡ് ദ റീനൽ പെൽവിസ്. ഈ ഒരു റീനൽ പെൽവിസിൽ എന്തുണ്ട്? പ്രൊജക്ഷൻസ് ഉണ്ട്. ആ ഒരു പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ കാലിസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫണൽ ഷേപ്ഡ്. ഇതൊക്കെ ഫണൽ ഷേപ്ഡ് പോർഷനാണ് കേട്ടോ. ഇതൊക്കെ ഫണൽ ഷേപ്ഡ് പോർഷനാണ്. ഈ ഒരു ഫണൽ ഷേപ്ഡ് പോർഷൻസ് പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ പ്രൊജക്ഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ കാലിസസ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാവും. ദിസ് വൺ ഈസ് ദ കാലിക്സ്.
അപ്പോൾ ഈ ഒരു ഫണൽ ഷേപ്ഡ് പോർഷൻ പോയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ പ്രൊജക്ഷൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആ ഒരു പ്രൊജക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാലിക്സ് എന്നുള്ളത്. അപ്പോൾ ബ്രോഡ് ഫണൽ ഷേപ്ഡ് പോർഷൻ, അത് റീനൽ പെൽവിസ്, പ്രൊജക്ഷൻസ്, കാലിസസ്. ഓക്കെ, ഇനി കിഡ്നിയുടെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഒരു ടഫ് ക്യാപ്സ്യൂളാണ്. കിഡ്നിയുടെ അകത്തെ പോർഷൻ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈലത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു, പിന്നെ നമ്മൾ ബ്രോഡ് ഫണൽ ഷേപ്ഡ് റീനൽ പെൽവിസിനെ കുറിച്ചിട്ട് പറഞ്ഞു, പിന്നെ കാലിക്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, പിന്നെ കിഡ്നി 2 പോർഷൻ, ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും. ഇനി നമ്മൾ ഔട്ടർ കോർട്ടെക്സ് റീജിയൻസ് ഏതൊക്കെയാണെന്നറിയോ? വി ക്യാൻ മാർക്ക് വിത്ത് ഗ്രീൻ കളർ. ഇത് കോർട്ടെക്സ് ആണ്, ഇതൊക്കെ കോർട്ടെക്സ് ആണ്. ആൻഡ് ഇവിടെ ഈ പോർഷൻ, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു പോർഷൻസ് ഒക്കെ കോർട്ടെക്സ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് റീനൽ മെഡുല്ലാസ്, ഈ മെഡുല്ലാസ് അല്ലേ, ഈ മെഡുല്ലാസാണ്, ഈ റീനൽ മെഡുല്ലറി പിരമിഡ്സ് ആണ് മെഡുല്ല റീജിയൻ. ഈ പോർഷനാണ് മെഡുല്ലറി റീജിയൻ. ഇതൊക്കെയാണ് മെഡുല്ലറി റീജിയനിൽ വരുന്നത്. ബാക്കി ഈ ഒരു ഗ്രീൻ പോർഷൻസ് ഫുള്ള് വരുന്നത്, ദറ്റ് ഈസ് ഈ പോർഷൻസ് ഒക്കെ എന്താണ് വരുന്നത്, കോർട്ടെക്സ് റീജിയൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മെഡുല്ല എന്ന് പറയുന്നത്, മെഡുല്ല നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെഡുല്ല നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? കോണിക്കൽ മാസസ് ആയിട്ട്, മെഡുല്ലറി പിരമിഡ്സ് ആയിട്ട്. അപ്പോൾ ഈ മെഡുല്ലറി പിരമിഡ്സ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ മെഡുല്ലറി പിരമിഡ്സ് ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എവിടേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? കാലിസസിലേക്കാണ് മെഡുല്ലറി പിരമിഡ്സ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കി മനസ്സിലാവും, ഇതൊക്കെ ഒരു മെഡുല്ലറി പിരമിഡാണ്. ഈ മെഡുല്ലറി പിരമിഡ് പ്രൊജക്റ്റ് ചെയ്യുന്നത് കാലിക്സ്, ഇത് കാലിക്സ് അല്ലേ, കാലിക്സിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇനി കോർട്ടെക്സ് നമുക്കറിയാം, ഈ പോർഷൻ മാത്രമല്ല കോർട്ടെക്സ് എന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻസ്, ഈ ഇടയ്ക്ക് കയറി വന്ന ഈ ഒരു പോർഷൻസിനെയൊക്കെ നമ്മൾ കോർട്ടെക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കോർട്ടെക്സ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് നോക്കൂ, എക്സ്റ്റെൻസ് ഇൻ ബിറ്റ്വീൻ ദ മെഡുല്ലറി പിരമിഡ്സ്. ഈ മെഡുല്ലറി പിരമിഡ്സിൻ്റെ ഇടയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു കോളംസ് ആയിട്ട് അല്ലേ, ഇങ്ങനെ റീനൽ കോളംസ് ആയിട്ടാണ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോളം ഓഫ് ബർട്ടിനി. ഓക്കെ, കോളം ഓഫ് ബർട്ടിനി എന്നാണ് വിളിക്കുന്നത്. കോർട്ടെക്സ് എക്സ്റ്റെൻസ് ഇൻ ബിറ്റ്വീൻ ദ മെഡുല്ലറി പിരമിഡ്സ് ആസ് റീനൽ കോളംസ് കാൾഡ് കോളം ഓഫ് ബർട്ടിനി. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു മെയിൻ സ്ട്രക്ചർ എന്ന് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഹൈലം പറഞ്ഞു. ഹൈലം എന്ന് പറഞ്ഞു ഒരു നോച്ച് പ്രസൻ്റ് ആണ് കോൺകേവ് സർഫസിൽ, അതാണ് ഹൈലം. അതിലൂടെയാണ് യൂറേറ്ററും ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ എൻ്റർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ബ്രോഡ് ഫണൽ ഷേപ്ഡ് പോർഷനെ നമ്മൾ റീനൽ പെൽവിസ് എന്ന് പറഞ്ഞു. റീനൽ പെൽവിസിൽ എന്തുണ്ട്? പ്രൊജക്ഷൻസ് ഉണ്ട്, അതിനെയാണ് കാലിസസ് എന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ ഔട്ടർ ലെയർ ഓഫ് കിഡ്നി ടഫ് ക്യാപ്സ്യൂൾസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ല. കോർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എവിടെ? ഇൻ ബിറ്റ്വീൻ ദ മെഡുല്ലറി പിരമിഡ്സിൻ്റെ ഇടയിൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് റീനൽ കോളംസ് ആയിട്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോളം ഓഫ് ബർട്ടിനി എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ദെൻ ഇവിടെ മെഡുല്ല എന്ന് പറയുന്നത് മെഡുല്ലറി പിരമിഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് മെഡുല്ല എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കാലിക്സിലേക്ക്, ഈ മെഡുല്ലറി പിരമിഡ് കാലിക്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പഠിച്ചത്. ഇനി ഓരോ കിഡ്നിയിലും, ഇപ്പോൾ ഇതൊക്കെ കിഡ്നിയാണ്, ഈ ഓരോ കിഡ്നിയിലും എന്തുണ്ടെന്നറിയോ? 1 മില്യൺ 2 കിഡ്നിയാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ ഈ ഓരോ കിഡ്നിയിലും 1 മില്യൺ കോംപ്ലെക്സ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള നെഫ്രോൺ ഉണ്ട്. 1 മില്യൺ നെഫ്രോൺ ഉണ്ട്. അപ്പോൾ ഈ നെഫ്രോൺ എന്ന് പറയുന്നതാണ് ഫങ്ഷണൽ യൂണിറ്റ്. അപ്പോൾ ഈ ഒരു കിഡ്നിയിൽ 1 മില്യൺ നെഫ്രോൺ ഉണ്ട്. പിന്നെ വേറൊരു കിഡ്നി ഉണ്ട്, അതിലും 1 മില്യൺ നെഫ്രോൺ. ടോട്ടൽ 2 മില്യൺ നെഫ്രോൺസ് ആണ് നമുക്കുള്ളത്. 2 മില്യൺ നെഫ്രോൺസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഓരോ കിഡ്നിയിലും 1 മില്യൺ നെഫ്രോൺ വീതമുണ്ട്. ആ ഒരു നെഫ്രോൺ എന്ന് പറയുന്നതാണ് എന്ത്? ഫങ്ഷണൽ യൂണിറ്റ്. വിച്ച് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ദ കിഡ്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നെഫ്രോൺ. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ദ കിഡ്നി എന്ന് പറയുന്നത് നെഫ്രോൺ ആണ്. ഇനി ഓരോ നെഫ്രോണും, അപ്പോൾ നമുക്കറിയാം കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് നെഫ്രോൺ ആണ്. ഓരോ കിഡ്നിയിലും 1 മില്യൺ വീതം ഉണ്ട്. ടോട്ടൽ 2 മില്യൺ ആണ് ഉള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ഓരോ നെഫ്രോണിനും 2 പാർട്ടാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോട്ട് ചെയ്യാം. ഓരോ നെഫ്രോണിന് 2 പാർട്ടാണുള്ളത്. 2 പാർട്ട്. അത് ഏതൊക്കെയാണ് ആ പാർട്ട് എന്നറിയോ? ഗ്ലോമറുലസ്, പിന്നെ റീനൽ ട്യൂബ്യൂള്. ഗ്ലോമറുലസ് ആൻഡ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണുള്ളത്. ഇതാണ് ഒരു നെഫ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെഫ്രോണിൻ്റെ ഡയഗ്രമാണ്. ഇതൊരു നെഫ്രോണിൻ്റെ ഡയഗ്രമാണ്. സോ ഈ ഒരു നെഫ്രോണിൻ്റെ ഡയഗ്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം, ഇതാണ് ഒരു നെഫ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെഫ്രോണിന് 2 പോർഷനാണുള്ളത്. ഒന്ന് ഗ്ലോമറുലസ്, ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ് എന്ന്. അതായത് ഈ ഒരു പോർഷൻ, ഓക്കെ, ഈ ഒരു അകത്ത് കാണുന്ന ഈ ഒരു ഇത് ചെയ്തിട്ടുള്ള
ബ്ലഡ് വെസൽസിനെ ആണ് നമ്മൾ ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. പിന്നെ ഈ യെല്ലോ പോർഷൻസിനെയാണ് നമ്മൾ റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അകത്ത് കാണുന്ന ഈ ഒരു ബ്ലഡ് വെസൽസിനെ നമ്മൾ ഗ്ലോമറുലസ് എന്ന് പറയുന്നു. ഈ ഒരു യെല്ലോ ട്യൂബുലാർ പോർഷനെ നമ്മൾ റീനൽ ട്യൂബ്യൂൾ എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അത്ര കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. സോ അപ്പോൾ നെഫ്രോണിന് 2 പാർട്ട്, ഗ്ലോമറുലസും റീനൽ ട്യൂബ്യൂളും, അത്ര കാര്യം. ആൻഡ് ദെൻ എങ്ങനെയാണ് ഗ്ലോമറുലസ് ഫോം ചെയ്തത് നമുക്ക് നോക്കാം. ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആണ്. ഇതൊക്കെ ഒരു കാപ്പിലറീസ് ആണ് കേട്ടോ. ഇതിങ്ങനെ കാപ്പിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലേ, ബ്ലഡ് വെസൽസ് പിന്നീട് ചെറുതായിട്ട് വരുമ്പോഴുള്ളതാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത് അല്ലേ, ചെറിയ ട്യൂബ്സ് ആയിട്ട് മാറുമ്പോൾ. അപ്പോൾ കാപ്പിലറീസ് ആണ്. അപ്പോൾ ഏത് വഴി ഫോം ചെയ്തതാണ്? അഫറൻറ്റ് ആർട്ടീരിയോൾ വഴി ഫോം ചെയ്തിട്ടുള്ള കാപ്പിലറീസ് ആണ്. അഫറൻറ്റ് ആർട്ടീരിയോൾസ്, ഇത് അഫറൻറ്റ് ആർട്ടീരിയോൾ പിന്നീട് എന്ത് ചെയ്യും, ഇങ്ങനെ ഇതായിട്ട് മാറും, കാപ്പിലറി ആയിട്ട് മാറും. ഓക്കെ, ഈ കാപ്പിലറിയാണ് എന്ത്? ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. സോ ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് അഫറൻറ്റ് ആർട്ടീരിയോൾ വഴി ഫോം ചെയ്തത്. അഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത് റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇതാണ് റീനൽ ആർട്ടറി. ഓക്കെ, ഈ റീനൽ ആർട്ടറി പിന്നീട് എന്ത് ചെയ്യുന്നു? ആർട്ടീരിയോളായിട്ട് മാറും. ഈ ആർട്ടീരിയോൾ പിന്നീട് കാപ്പിലറി ആയിട്ട് മാറും. ഈ കാപ്പിലറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഈ ഗ്രൂപ്പ് ഓഫ് കാപ്പിലറിനെ നമ്മൾ എന്ത് വിളിച്ചത്? ഗ്ലോമറുലസ് എന്ന് വിളിച്ചത്. ഇത് ഏത് വഴി ഫോം ചെയ്തതാണ്? അഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത് റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ്. റീനൽ ആർട്ടറി പിന്നീട് അഫറൻറ്റ് ആർട്ടീരിയോളായിട്ട് മാറും. അത് പിന്നീട് എന്ത് ചെയ്യും? കാപ്പിലറി ആയിട്ട് മാറും. ആ കാപ്പിലറിനെ നമ്മൾ എന്ത് പറഞ്ഞു? ഗ്ലോമറുലസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് അഫറൻറ്റ് ആർട്ടീരിയോൾ ഡിവൈഡ് ചെയ്തിട്ട് കാപ്പിലറീസ് ആയിട്ട് മാറി. അപ്പോൾ അതിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആര് വഴി ഫോം ചെയ്തതാണ്? അഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി. ഓക്കെ, ആൻഡ് ദെൻ ബ്ലഡ് ഫ്രം ദ ഗ്ലോമറുലസ് ഈസ് ക്യാരിഡ് എവേ ബൈ ദ എഫറൻറ്റ് ആർട്ടീരിയോൾ. അപ്പോൾ ഇവിടെ റീനൽ ആർട്ടറി കേട്ടോ. റീനൽ ആർട്ടറി പിന്നീട് അഫറൻറ്റ് ആർട്ടീരിയോൾ പിന്നീട് ഗ്ലോമറുലസ് ആയിട്ട് മാറി. ഈ ഗ്ലോമറുലസിൽ നിന്ന് തിരിച്ച് ബ്ലഡ് പുറത്തേക്ക് പോകണ്ടേ? ആ പുറത്തേക്ക് പോവേണ്ട ഇതിനെയാണ് നമ്മൾ ഇഫറൻറ്റ് ആർട്ടീരിയോൾ, പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഇഫറൻറ്റ് ആർട്ടീരിയോൾ. അപ്പോൾ റീനൽ ആർട്ടറി പിന്നീട് അഫറൻറ്റ് ആർട്ടീരിയോളായിട്ട് മാറി. അത് പിന്നീട് ഗ്ലോമറുലസ് ആയിട്ട് മാറി. റീനൽ ആർട്ടറി അഫറൻറ്റ് ആർട്ടീരിയോളായിട്ട് മാറി. വി ക്യാൻ യൂസ് അനദർ കളർ. റീനൽ ആർട്ടറി അഫറൻറ്റ് ആർട്ടീരിയോൾ, അത് പിന്നീട് ഗ്ലോമറുലസ് ആയിട്ട് മാറി. ഗ്ലോമറുലസിൽ നിന്ന് പിന്നെ തിരിച്ച് പോകുന്നത് ഇഫറൻറ്റ് ആർട്ടീരിയോൾ വഴി. ഓക്കെ, റീനൽ ആർട്ടറി, അഫറൻറ്റ് ആർട്ടീരിയോൾ, ഗ്ലോമറുലസ്, പിന്നെ ഇഫറൻറ്റ് ആർട്ടീരിയോൾ. ഓക്കെ, അങ്ങനെയാണിത് പോകുന്നത്. അപ്പോൾ ഇഫറൻറ്റ് ആർട്ടീരിയോൾ, ഈ ഒരു ട്രിക്ക് നമ്മൾ എങ്ങനെ പഠിച്ചു വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഇഫറൻറ്റ് എന്ന് പറയുന്നത് എക്സിറ്റ്, ഗ്ലോമറുലസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഇഫറൻറ്റ്. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് ഇഫറൻറ്റ് ആർട്ടീരിയോളാണ്. ഇനി അഫറൻറ്റ് എന്ന് പറയുന്നത് അറൈവലാണ്. ഓക്കെ, ബ്ലഡ് ഗ്ലോമറുലസിലേക്ക് അറൈവ് ചെയ്യുന്നത് അഫറൻറ്റ് വഴിയാണ്. അപ്പോൾ എ എന്നുള്ളതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. എഫറൻറ്റ് എന്ന് പറയുമ്പോൾ എക്സിറ്റ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറിപ്പോയത്, അഫറൻറ്റും ഇഫറൻറ്റും മാറിപ്പോയത്. അപ്പോൾ അഫറൻറ്റ് ആർട്ടീരിയോൾ നിന്നാണ് ഗ്ലോമറുലസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോമറുലസ് ആരിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്? അഫറൻറ്റ് ആർട്ടീരിയോൾ വഴിയാണ് ഗ്ലോമറുലസ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദെൻ അത് ഗ്ലോമറുലസിൽ നിന്നുള്ള ബ്ലഡ് തിരിച്ചു കൊണ്ടുപോകുന്നത് എഫറൻറ്റ് ആർട്ടീരിയോളാണ് കേട്ടോ. ആൻഡ് ദെൻ അത്രയാണ് ഗ്ലോമറുലസ് വരുന്നത്. ഗ്ലോമറുലസ് എന്ന് പറയുമ്പോൾ ഇത്ര ഒരു പോർഷനേ ഉള്ളൂ. ആൻഡ് ദെൻ വരുന്നതാണ് റീനൽ ട്യൂബ്യൂൾ എന്നുള്ളത്. റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ കൊണ്ടാണ്. ഈ ഒരു ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ കണ്ടോ? ഇതിൻ്റെ ഫസ്റ്റ് വാൾ ഇത്, സെക്കൻഡ് വാൾ ഇത്. അപ്പോൾ ഈ ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ കൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ്. അപ്പോൾ റീനൽ ട്യൂബ്യൂൾ ബിഗിൻസ് വിത്ത് എ ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ആൻഡ് ദെൻ ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ അകത്താണ് എന്തുള്ളത്? ഗ്ലോമറുലസ് ഉള്ളത്. ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ, അപ്പോൾ ഈ ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ബൊമാൻസ് ക്യാപ്സ്യൂളാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലോമറുലസിനെ എൻക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് എൻക്ലോസസ് ദി ഗ്ലോമറുലസിനെ എൻക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഈ ഗ്ലോമറുലസ്, ഈ ഒരു പോർഷൻ കണ്ടോ? ഗ്ലോമറുലസും ഈ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ബൊമാൻസ് ക്യാപ്സ്യൂളും, ഇത് രണ്ടും കൂടിയുള്ള ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ ഒരു പോർഷൻ കളർ ലൈക്ക് ദിസ്, ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? മാൽഫീജിയൻ ബോഡി എന്നാണ് വിളിക്കുന്നത്.
മാൽഫീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ. അപ്പോൾ മാൽഫീജിയൻ ബോഡി, റീനൽ കോർപ്പസൽ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ എന്നാണ് ഈ ഒരു പോർഷനെ വിളിക്കുന്നത്. ഈ ഗ്ലോമറുലസും ഈ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ബൊമാൻസ് ക്യാപ്സ്യൂളും കൂടിയിട്ടുള്ള ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാൽഫീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് മറ്റേതാണ്, നമ്മുടെ ആർത്രോപോഡ ഇൻസെക്ട്സിൻ്റെതാണ്. മാൽഫീജിയൻ ബോഡി ഒരു റീനൽ കോർപ്പസൽ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്ലോമറുലസും ബൊമാൻസ് ക്യാപ്സ്യൂളും കൂടിയിട്ടുള്ള ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്നത് മാൽഫീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇതിന് 2 പോർഷനാണ് ഉള്ളത്. ഏതൊക്കെയാണ് 2 പോർഷൻ? ഫസ്റ്റ് വൺ ഗ്ലോമറുലസ്, സെക്കൻഡ് വണ്ണ് ഈ റീനൽ ട്യൂബ്യൂൾ. ഓക്കെ, ഗ്ലോമറുലസ്, പിന്നെ ഈ ഒരു യെല്ലോ കളർ കാണുന്നതാണ് റീനൽ ട്യൂബ്യൂൾ. അതാണ് നെഫ്രോണിൻ്റെ 2 പോർഷൻസ്. അപ്പോൾ നെഫ്രോണിൻ്റെ 2 പോർഷൻസിൽ നമ്മൾ ഗ്ലോമറുലസ് എന്താണെന്ന് പറഞ്ഞു. ഗ്ലോമറുലസ് ഫോം ചെയ്യുന്നത് അഫറൻറ്റ് എന്ന് പറയുമ്പോൾ അറൈവൽ അല്ലേ, അതാണ് ഓർത്ത് വെക്കുന്നത്. അഫറൻറ്റ് ആർട്ടീരിയോളിൽ നിന്നുള്ള കാപ്പിലറീസ് വഴിയാണ് ഗ്ലോമറുലസ് ഫോം ചെയ്യുന്നത്. അഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത് ഫൈൻ ബ്രാഞ്ച് ഓഫ് ദ റീനൽ ആർട്ടറി. ആൻഡ് ദെൻ ഗ്ലോമറുലസിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? എഫറൻറ്റ് ആർട്ടീരിയോൾ. എഫറൻറ്റ് എന്ന് പറയുമ്പോൾ എക്സിറ്റ് എന്ന് ഓർത്ത് വെക്കുക. പിന്നീട് നമ്മൾ റീനൽ ട്യൂബ്യൂളാണ്. അപ്പോൾ അത്രയാണ് ഗ്ലോമറുലസ് വരുന്നത്. രണ്ടാമത്തെ പോർഷനാണ് റീനൽ ട്യൂബ്യൂൾ നമ്മൾ പഠിക്കുമ്പോൾ റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ കൊണ്ടാണ്. അതിനെയാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞൊരു കാര്യം, ഈ ബൊമാൻസ് ക്യാപ്സ്യൂളും ഈ ഒരു ഗ്ലോമറുലസും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് മാൽഫീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടും റീനൽ ട്യൂബ്യൂളിന് കുറച്ച് പോർഷൻസ് ഉണ്ട്. അതാണ് ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക് ആയിട്ടുള്ള പോർഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക് പോർഷൻ കണ്ടോ, ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഇത് ബൊമാൻസ് ക്യാപ്സ്യൂൾ. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈലി കോയിൽഡ് പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ദാറ്റ് ഈസ് PCT എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഹൈലി കോയിൽഡ്, കൺവല്യൂട്ടഡ് മീൻസ് കോയിൽഡ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ വിളിക്കുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെയർ പിൻ ഷേപ്ഡ്, ഓക്കെ, എ ഹെയർ പിൻ ഷേപ്ഡ് ഹെൻലീസ് ലൂപ്പ് ഈസ് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ട്യൂബ്യൂളിൻ്റെ അടുത്ത പാർട്ട്. ഇത് PCT. ഫസ്റ്റ് റീനൽ ട്യൂബ്യൂളിൻ്റെ പോർഷൻ, ഫസ്റ്റ് പാർട്ട് ബൊമാൻസ് ക്യാപ്സ്യൂൾ. അത് കഴിഞ്ഞാൽ വരുന്ന ഈ ഹൈലി കോയിൽഡ് പോർഷൻ PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അത് കഴിഞ്ഞാൽ വരുന്ന ഈ ഒരു ഹെയർ പിൻ ഷേപ്ഡ് പോർഷൻ, അതാണ് ഹെൻലീസ് ലൂപ്പ്. ഈ ഹെൻലീസ് ലൂപ്പിൽ ഒരു ഡിസെൻഡിങ് പോർഷൻ ഉണ്ട്. ഇതാണ് ഡിസെൻഡിങ് എന്ന് പറയുന്നത്. ഈ താഴേക്ക് പോകുന്നതാണ് ഡിസെൻഡിങ് പോർഷൻ എന്ന് പറയുന്നത്. ഈ മുകളിലേക്ക് പോകുന്നതാണ് അസെൻഡിങ് പോർഷൻ. ഓക്കെ, ഈ ഒരു ഹെൻലീസ് ലൂപ്പ്, ഈ ഒരു ടോട്ടൽ ഈ ഒരു യെല്ലോ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഹെൻലീസ് ലൂപ്പ് എന്നാണ്. ഈ യെല്ലോ പോർഷൻ കേട്ടോ, ഇതിൻ്റെ ചുറ്റും കാണപ്പെടുന്ന ഈ ഒരു റെഡ് കാപ്പിലറീസിനെ നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു യെല്ലോ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഹെൻലീസ് ലൂപ്പ് എന്നാണ്. അപ്പോൾ ഈ ഒരു താഴേക്ക് പോകുന്ന ഈ ഒരു പോർഷനെ നമ്മൾ ഡിസെൻഡിങ് ലിംബ് എന്നും മുകളിലേക്ക് പോകുന്ന ഈ ഒരു പോർഷനെ നമ്മൾ അസെൻഡിങ് ലിംബ് എന്നും വിളിക്കുന്നു. അത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഹെയർ പിൻ ഷേപ്ഡ് ഹെൻലീസ് ലൂപ്പ്. അതിന് ശേഷമുള്ള അതാണ് നെക്സ്റ്റ് പാർട്ട്. അതിന് അതിന് ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ലിംബ് ഉണ്ട്. അസെൻഡിങ് ലിംബ് അത് കഴിഞ്ഞിട്ട് ഈ അസെൻഡിങ് ലിംബ് പിന്നീട് എന്ത് ചെയ്യും, ഒരു ഹൈലി കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലേക്ക് കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു ഹൈലി കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അതർവൈസ് DCT. ഓക്കെ, DCT എന്നും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നും വിളിക്കാം. ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ചെന്ന് ജോയിൻ ചെയ്യുന്നത് ഏതിനൊക്കെയാണ്, ഈ ഒരു ഇതിലേക്കാണ്. ഇതിനെയാണ് നമ്മൾ കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താ വിളിക്കുന്നത്, കളക്റ്റിംഗ് ഡക്റ്റ്. ഓക്കെ, കളക്റ്റിംഗ് ഡക്റ്റ് എന്നാണ് വിളിക്കുന്നത്. സോ ആൻഡ് ദ ascending limb continues as another highly coiled tubular, അതാണ് distal convoluted tubule. ഇനി it is of many nephron open into a straight tube called collecting duct. ഒരു കളക്റ്റിംഗ് ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെയൊക്കെ വേറൊരു സംഭവങ്ങൾ കാണുന്നുണ്ടോ. ഇവിടെ നിന്ന് വേറൊരു DCT ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് വേറൊരു DCT. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ സ്ട്രക്ചറാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ എന്തുണ്ട്, ഇവിടെ വേറൊരു സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. ഇതുപോലെ ഇത്രയും സ്ട്രക്ചേഴ്സ് ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ചേർന്നിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് ഇത്രയും പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ഒരു റീനൽ ട്യൂബ്യൂളും ഗ്ലോമറുലസും ഒക്കെ ഈ ഒരു കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കളക്റ്റിംഗ് ഡക്റ്റ് ഇനിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ തന്നെ ഇപ്പോൾ ഇതാണൊരു നെഫ്രോൺ. നമുക്കറിയാം ഒരു കിഡ്നിയിൽ എത്ര നെഫ്രോൺ ഉണ്ട്, 1 മില്യൺ നെഫ്രോൺ ഉണ്ട്. ഇപ്പോൾ വി ക്യാൻ ഡ്രോ ലൈക്ക് ഇതൊരു മെഡുലറി പിരമിഡാണ്.
നമ്മൾ കിഡ്നിയുടെ പോർഷനിൽ പറഞ്ഞു മെഡുലറി പിരമിഡ്. മെഡുലറി പിരമിഡ് എന്ന് പറയുമ്പോൾ അത് മെഡുല റീജിയൻ അല്ലേ, മെഡുല റീജിയൻ ആണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇതൊരു നെഫ്രോണിൻ്റെ പോർഷനാണ്. ഇതുപോലെ തന്നെ വേറൊരു നെഫ്രോൺ ഇവിടെ ഉണ്ടാവും, വേറൊരു നെഫ്രോൺ ഇവിടെ ഉണ്ടാവും, വേറൊരു നെഫ്രോൺ ഇവിടെ ഉണ്ടാവും. അങ്ങനെ കുറേ നെഫ്രോൺസ് ഈ ഒരു മെഡുലറി പിരമിഡിലുണ്ടാവും. ഇപ്പോൾ ഈ ഒരു മെഡുലറി പിരമിഡിൽ തന്നെ കുറേ നെഫ്രോൺസ് പ്രസൻ്റ് ആയിരിക്കും. ഒരു മെഡുലറി പിരമിഡിൽ തന്നെ എന്തുണ്ട്, കുറേ നെഫ്രോൺസ് പ്രസൻ്റ് ആയിരിക്കും. അതിൽ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഗ്ലോമറുലസ്, ബൊമാൻസ് ക്യാപ്സ്യൂൾ, പിന്നെ ഈ PCT, DCT ഇതൊക്കെ എങ്ങനെയാണ്, കോർട്ടെക്സ്. ഇത് കോർട്ടെക്സ് റീജിയൻ ആണ്. ഇപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് കിഡ്നി ഉണ്ടാവുക അല്ലേ, കിഡ്നി ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കിഡ്നിയുടെ കോർട്ടെക്സ് റീജിയനിലാണ് ഈ ഒരു പോർഷൻസ് ഒക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഈ ഗ്ലോമറുലസ്, ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ, ഈ ഗ്ലോമറുലസിനെയും ബൊമാൻസ് ക്യാപ്സ്യൂളിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താണ്, മാൽഫീജിയൻ ബോഡിയും അതുപോലെ DCT, പിന്നെ ഈ ഒരു PCT പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിലും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിലും കോർട്ടെക്സ് റീജിയനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഹെൻലീസ് ലൂപ്പ് കണ്ടോ, ഈ ഹെൻലീസ് ലൂപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മെഡുലറി പിരമിഡ് റീജിയനിലാണ്, മെഡുല റീജിയനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ കുറേ നെഫ്രോൺസ് ഇതിൽ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ കുറേ നെഫ്രോൺസ് എന്താണ് ഇതിൽ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യമാണ് ഇവിടെ പറയുന്നത്. DCTs of many nephrons open into a straight tube called collecting duct. അപ്പോൾ ഒരുപാട് നെഫ്രോൺസിൻ്റെ അല്ലേ, അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു കളക്റ്റിംഗ് ഡക്റ്റിൽ തന്നെ ഒരുപാട് ഇത്രയും പോർഷൻ ഇവിടെ ഉണ്ടാവും, ഇത്രയും പോർഷൻ ഇവിടെ ഉണ്ടാവും. അതായത് ഒരു കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് തന്നെ കുറേ DCTസും PCTസും ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു പോർഷൻ ഒരു കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൻഡ് മെനി ഓഫ് വിച്ച് കൺവേർജ് ആൻഡ് ഓപ്പൺ ഇൻ ടു എ റീനൽ പെൽവിസ്. ആൻഡ് ഇതൊക്കെ കൺവേർജ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഇത് കാലിസസ് പോർഷൻ, ഇപ്പോൾ മെഡുലറി പിരമിഡ് കഴിഞ്ഞ കാലിസസ് പോർഷൻ, അത് കഴിഞ്ഞാൽ റീനൽ പെൽവിസ്, ബ്രോഡ് ഫണൽ ഷേപ്ഡ് പോർഷനാണ് റീനൽ പെൽവിസ് അല്ലേ. അപ്പോൾ റീനൽ പെൽവിസിലേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഏത് വഴി, മെഡുലറി പിരമിഡ്സ് വഴി. ഓക്കെ, ഇൻ ദ കാലിസസിലുള്ള മെഡുലറി പിരമിഡ്സ് വഴി ഇത് ഓപ്പൺ ചെയ്യുന്നത് ബ്രോഡ് ഫണൽ ഷേപ്ഡ് പോർഷനായിട്ടുള്ള റീനൽ പെൽവിസിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്ര പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു മാൽഫീജിയൻ കോർപ്പസൽ എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലസും ബൊമാൻസ് ക്യാപ്സ്യൂളും ചേർന്നത്, പിന്നെ PCT, DCT ഒക്കെ കോർട്ടിക്കൽ റീജിയനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മെഡുല റീജിയനിലാണ്. അത് നമ്മൾ കാണിച്ചു തന്നു. ഇനി ചിലതിൽ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ടായിരിക്കും. ചിലതിൽ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ട് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ഭയങ്കര ഷോർട്ടായിരിക്കും. ഷോർട്ട് എന്ന് പറയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് ടു ഷോർട്ട് ആയിട്ടുള്ളതിനെ ആൻഡ് മെഡുലയിലേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ, എക്സ്റ്റെൻസ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡുല. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് കോർട്ടിക്കൽ നെഫ്രോൺസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ലൂപ്പ് ഓഫ് ഹെൻലി ഭയങ്കര ലോങ് ആണ് ആൻഡ് മെഡുലയിലേക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നോക്കൂ, നന്നായിട്ട് ഡീപ്പായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൂപ്പ് ഓഫ് ഹെൻലിയാണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. അപ്പോൾ കോർട്ടിക്കൽ നെഫ്രോൺസും ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസും, അപ്പോൾ ആ ഒരു രണ്ടെണ്ണത്തിനെ നമ്മൾ ഓർത്ത് വെക്കാം. ഇനി എഫറൻറ്റ് ആർട്ടീരിയോൾ എമേർജിങ് ഫ്രം ദ ഗ്ലോമറുലസ്, ഇനിയാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ലൈക്ക് വി ക്യാൻ എറൈസ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ നിന്ന് നമുക്കറിയാം എഫറൻറ്റ് ആർട്ടീരിയോൾ അല്ലേ, അഫറൻറ്റ് ആർട്ടീരിയോൾ ഗ്ലോമറുലസ് ആയിട്ട് മാറും. എന്നിട്ട് ഗ്ലോമറുലസ് എക്സിറ്റ് ചെയ്യുന്നത് എഫറൻറ്റ് ആർട്ടീരിയോൾ വഴിയാണ്. ഈ എഫറൻറ്റ് ആർട്ടീരിയോൾ പിന്നീട് നോക്കൂ, ഇവിടെ ഒരു ഫൈൻ ട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫൈൻ ട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ്. ഓക്കെ, പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന്. അപ്പോൾ ഇങ്ങനെ പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാപ്പിലറി നെറ്റ്വർക്ക് ഉണ്ട്. ഇതിലെ ഒരു വെസൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് പാരലായിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കൂ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഈ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പാരലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാസറക്ട. അങ്ങനെ ഷേപ്പ് ആയിട്ട് ലൂപ്പ് ഓഫ് ഹെൻലിക്ക് പാരലായിട്ട് മൂവ് ചെയ്യുന്ന ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാസറക്ട എന്നുള്ളത്. അപ്പോൾ ഇതൊരു പെരിട്യൂബുലാർ കാപ്പിലറിയുടെ ഒരു പോർഷനാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെരിട്യൂബുലാർ കാപ്പിലറിയുടെ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ലൂപ്പ് ഓഫ് ഹെൻലിക്ക് പാരലായിട്ട് ഇങ്ങനെ
പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാസ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ, ഓക്കെ, പാസ് ചെയ്യുന്ന ഈ ഒരു, ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാസ റെക്ട എന്ന് പറയുന്നത്. ഈ യു ഷേപ്ഡ് പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാസ റെക്ട. അതിൻ്റെ ഇടയിൽ കൂടെ ഇത് ചെയ്യുന്ന ഇതിനെയൊന്നും നമ്മളല്ല കേട്ടോ വാസ റെക്ട എന്ന് പറയുന്നത്. ഈ ഒരു യു ഷേപ്ഡ് പോർഷനെ മാത്രം നമ്മൾ എന്താ വിളിക്കുന്നത്, വാസ റെക്ട എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ വാസ റെക്ട എന്ന് പറയുന്നത് ഈ ഒരു കോർട്ടിക്കൽ നെഫ്രോണിൽ ഹൈലി റെഡ്യൂസ്ഡ് ആയിരിക്കും. കാരണം കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയുന്നത് ആകെ കുറച്ച് പോർഷനേ ഉള്ളൂ. എന്ത് ചെയ്തിട്ട്, ലൂപ്പ് ഓഫ് ഹെൻലി ലൂപ്പ് ഓഫ് ഹെൻലി മെഡുലേക്ക് കുറച്ച് പോർഷനേ ഉള്ളൂ. അപ്പോൾ ഈ വാസ റെക്ട എങ്ങനെ ആയിരിക്കും, കുറച്ചേ ഉണ്ടാവുള്ളൂ. അതായത് കുറച്ച് വാസ റെക്ട ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഹൈലി റെഡ്യൂസ്ഡ് ആയിരിക്കും കോർട്ടിക്കൽ നെഫ്രോൺസിൽ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ കിഡ്നീനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കിഡ്നീനെ കുറിച്ചിട്ട് നമ്മളിവിടെ പറഞ്ഞു. നെഫ്രോണിനെ കുറിച്ചിട്ട് നമ്മളിവിടെ പറഞ്ഞത് നോക്ക്. നെഫ്രോണിന് ഗ്ലോമർലെസ് പോർഷൻ ഉണ്ട്, റീനൽ ട്യൂബിലുണ്ട്. ഗ്ലോമർലെസ് ഫോം ചെയ്തിട്ടുള്ളത് എഫറൻറ്റ് ആർട്ടീരിയോളിൽ നിന്നാണ്. ഗ്ലോമർലെസ് എക്സിറ്റ് ചെയ്യുന്നത് എഫറൻറ്റ് ആർട്ടീരിയോളിൽ നിന്നാണ്. ഓക്കെ, ഇനി റീനൽ ട്യൂബ്യൂളിന് ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്. പിന്നെ വരുന്നതാണ് PCT, പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ട്, പിന്നെ DCT ഉണ്ട്, പിന്നെ റീനൽ ട്യൂബ്യൂളിൻ്റെ പോർഷനാണ് കളക്ടിങ് ഡക്ട്. ഓക്കെ, ഇത്രയും പോർഷനാണുള്ളത്. ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ഗ്ലോമർലെസിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് മാൽഫീജിയൻ കോർപ്പസൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന് നമ്മൾ പറഞ്ഞു പെയർ ഓഫ് കിഡ്നി ഉണ്ട്, യുറീറ്റർ ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, യുറീത്ര ഉണ്ട്. ഓക്കെ, 4 പോർഷനാണുള്ളത്. റെഡിഷ് ബ്രൗൺ ആണ്, ബീൻ ഷേപ്പാണ്, T12 to L3 ആണ് അത് വരുന്നത്. ഡോഴ്സൽ ഇന്നർ വാൾ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ആണ്. അതിൻ്റെ ലെങ്ത്ത് നമ്മൾ പറഞ്ഞു 10 to 12 സെൻറ്റിമീറ്റർ, തിക്നെസ് 2 to 3 സെൻറ്റിമീറ്റർ ആൻഡ് 5 to 7 സെൻറ്റിമീറ്റർ വിഡ്ത്ത്. 120 to 170 ഗ്രാം ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഒരു നോച്ച് ഉണ്ട്. ആ നോച്ചിന് കോൺകേവ് സർഫസിൽ ഒരു നോച്ച് ഉണ്ട്, അതിനെയാണ് ഹൈലം. അതിലൂടെയാണ് യൂറീറ്റർ, ബ്ലഡ് വെസൽസ്, നെർവ്സൊക്കെ വരുന്നത്. പിന്നെ ബ്രോഡ് ഫണൽ ഷേപ്ഡ് റീജിയൻ ഉണ്ട്, അതിനെയാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. അതിന് പ്രൊജക്ഷൻസ് ഉണ്ട്, കാലിസസ് എന്ന് പറയുന്നു. ഔട്ടർ ലെയർ എന്താണ്, ക്യാപ്സ്യൂളാണ്, ടഫ് ക്യാപ്സ്യൂളാണ്. ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കിഡ്നീനെ. മെഡുല എന്ന് പറയുന്ന പോർഷൻ മെഡുലറി പിരമിഡ്സ് ആണ്, അത് കാലിസസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കോർട്ടെക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻസ് ഇൻ ബിറ്റ്വീൻ ദ മെഡുല, അല്ലെ, റീനൽ കോളംസ് ആയിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഈ റീനൽ കോളംസിനെ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് നമ്മൾ കോളം ഓഫ് ബർട്ടിനി എന്ന് പറയും. ഓരോ കിഡ്നിയിലും എന്തുണ്ട്, 1 മില്യൺ നെഫ്രോൺസ് പ്രസൻ്റ് ആണ്. നെഫ്രോൺ എന്ന് പറയുന്ന ഫങ്ഷണൽ യൂണിറ്റ് ആണ്. ഓരോ നെഫ്രോണിനും 2 പാർട്ടാണുള്ളത്, ഗ്ലോമറുലസും റീനൽ ട്യൂബ്യൂളും ആണുള്ളത്. ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ളത് അഫറൻറ്റ് ആർട്ടീരിയോളിൽ നിന്നാണ്. അഫറൻറ്റ് ആർട്ടീരിയോൾ പിന്നീട് എന്ത് ചെയ്യും, റീനൽ ആർട്ടറി അഫറൻറ്റ് ആർട്ടീരിയോളായിട്ട് മാറും. അഫറൻറ്റ് ആർട്ടീരിയോൾ ഒരു കാപ്പിലറി ഫോം ചെയ്യും. ആ കാപ്പിലറിനെയാണ് നമ്മൾ ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോമറുലസ് എന്ന് പറയുന്ന ടഫ് കാപ്പിലറീസ്, അത് അഫറൻറ്റ് ആർട്ടീരിയോൾ ഫോം ചെയ്തതാണ്. അഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്ന റീനൽ ആർട്ടറിയുടെ ഒരു ഫൈൻ ബ്രാഞ്ചാണ്. ഓക്കെ, ഇനി ഗ്ലോമറുലസിൽ നിന്ന് ബ്ലഡ് എക്സിറ്റ് ചെയ്യുന്നത് എഫറൻറ്റ് ആർട്ടീരിയോ. അപ്പോൾ എഫറൻറ്റ് ആർട്ടീരിയോൾ എക്സിറ്റും അഫറൻറ്റ് എന്ന് പറയുന്നത് അറൈവലും. ഇനി റീനൽ ട്യൂബ്യൂളാണ് നെക്സ്റ്റ് പോർഷൻ ഓഫ് ദ നെഫ്രോൺ. റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ വാൾഡ് ബൊമാൻസ് ക്യാപ്സ്യൂൾ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഡബിൾ വാൾഡ് ബൊമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ഗ്ലോമറുലസിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താണ്, മാൽഫീജിയൻ കോർപ്പസൽ അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ എന്നാണ്. മാൽഫീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ എന്നാണ് വിളിക്കുന്നത്. ഈ മാൽഫീജിയൻ ബോഡി പിന്നീട് DCT ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. DCT എന്ത് ചെയ്യുന്നു, ലൂപ്പ് ഓഫ് ഹെൻലി ആയിട്ട് മാറുന്നു. ലൂപ്പ് ഓഫ് ഹെൻലിക്ക് 2 പോർഷൻ, ഡിസെൻഡിങ് പോർഷൻ ആൻഡ് അസെൻഡിങ് പോർഷൻ. പിന്നീട് അത് ഈ അസെൻഡിങ് പോർഷൻ ഒരു കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു ഹൈലി കോയിൽഡ് റീജിയൻ ആയിട്ടുള്ള DCT, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലേക്കാണ്. ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഇങ്ങനെ ഒരുപാട് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കളക്ടിങ് ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പിന്നീട് നമ്മൾ പറഞ്ഞു ഈ ഇത്രയും പോർഷൻ അതായത് ഈ DCT, ഈ ഗ്ലോമറുലസ്, ബൊമാൻസ് ക്യാപ്സ്യൂൾ, PCT, ഇത്രയും പോർഷൻ എങ്ങനെയാണ്, ദാറ്റ് ഈസ് ബൊമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും മാൽഫീജിയൻ കോർപ്പസൽ, പിന്നെ PCT, പിന്നെ DCT. ഇത്രയും പോർഷൻ ഔട്ട്സൈഡ് കോർട്ടെക്സ് റീജിയനിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ള. ഇത് ഈ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത് മെഡുലറി റീജിയനിൽ ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇത് കളക്ടിങ് ഡക്റ്റ്. അങ്ങനെയുള്ള കളക്ടിങ് ഡക്ട്സ് എന്ത് ചെയ്യുന്നു, റീനൽ പെൽവിസിലേക്ക്
ഓപ്പൺ ചെയ്യുന്നു. റീനൽ പെൽവിസിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഏത് വഴിയാണ്? റീനൽ മെഡുലറി പിരമിഡ്സ് വഴിയാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് കോർട്ടിക്കൽ നെഫ്രോൺസും ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസും. കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയുന്നതിൽ ലൂപ്പ് ഓഫ് ഹെൻലി എന്തായിരിക്കും? ചെറുതായിരിക്കും. ലൂപ്പ് ഓഫ് ഹെൻലി ചെറുതായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ കുറച്ചേ ഉള്ളൂ മെഡുലറി റീജിയനിലേക്ക് ലൂപ്പ് ഓഫ് ഹെൻലി കുറച്ചേ ഉള്ളൂ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഇത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ജക്സ്റ്റാ മെഡുലറി നെഫ്രോണിൻ്റെ കേസിൽ ലൂപ്പ് ഓഫ് ഹെൻലി എന്ത് ചെയ്തിട്ടുണ്ടാവും? നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും മെഡുലറി റീജിയനിലേക്ക്. അതാണ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു ഇഫറൻറ്റ് ആർട്ടീരിയോൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു കാപ്പിലറി നെറ്റ്വർക്കായിട്ട് മാറും. അങ്ങനെയുള്ള കാപ്പിലറി നെറ്റ്വർക്കിനെയാണ് നമ്മൾ പെരിട്യൂബുലാർ കാപ്പിലറി എന്ന് പറയുന്നത്. ഈ പെരിട്യൂബുലാർ കാപ്പിലറിയുടെ ഒരു ഫൈൻ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് പാരലായിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് യു ഷേപ്പായിട്ട്. അതിനെ നമ്മൾ ഈ ഒരു യു ഷേപ്ഡ് പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാസ റെക്റ്റ എന്നുള്ളത്. ഈ വാസ റെക്റ്റ എന്ന് പറയുന്നത് ഹൈലി റെഡ്യൂസ്ഡ് ആയിരിക്കും ഇതിൽ കോർട്ടിക്കൽ നെഫ്രോൺസിൽ. സോ ഇത്രയും പോർഷനാണ് നമ്മുടെ ഫസ്റ്റ് പോർഷനായിട്ട് വരുന്നത്. ഇനി നമുക്ക് യൂറിൻ ഫോർമേഷൻ, പിന്നെ ഫങ്ഷൻസ്, ഓരോ ട്യൂബ്യൂൾസിൻ്റെയും ഫങ്ഷൻസും പിന്നെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. സോ ഇത്രയാണുള്ളത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, don't forget to like, share and subscribe and wait for the part 2. Okay, thank you.